ജീവിതത്തിൻ്റെ ഓരോ വേദനയും ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞ ഓരോരുത്തരുടെ അനുഭവം ശ്രദ്ധിക്കുക. അവരുടെ കുടുംബത്തിൽ വേദനയുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ദുഃഖങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ദൈവം അറിഞ്ഞു. ആ കുടുംബ ദുഃഖത്തിലേക്ക് ദൈവം ഇടപെട്ട സംഭവങ്ങൾ അവർ നമ്മളോട് വിവരിച്ച് കേൾപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി മക്കളുണ്ടാകുന്നില്ല. ആ ഒരു വേദന ദൈവം അറിയുന്നുണ്ട്. നീ ഹൃദയം തുടങ്ങി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. എന്താ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹോസിയ പ്രവചനത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യം വചനത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. അത് ദൈവം അംഗീകരിച്ച വഴിയല്ല. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുക, കടബാധ്യത പെരുകുമ്പോൾ നിരാശ വന്ന് ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുക. അത് ദൈവം അംഗീകരിച്ചുള്ള വഴിയല്ല. കിടക്കയിൽ വീണ് വിലപിക്കുക, സ്വയം നിരാശപ്പെടുക, സങ്കടപ്പെടുക, തന്നെ കുറ്റപ്പെടുത്തുക. എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ചെയ്തതെല്ലാം നശിച്ചു പോയല്ലോ, ഞാൻ തുടങ്ങുന്ന എല്ലാം പൊട്ടിപ്പോവുകയാണല്ലോ, ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി, ഹോട്ടൽ തുടങ്ങി പൊട്ടിപ്പോയി, കൃഷി ചെയ്ത് നശിച്ചു പോയി, ഒന്നിലും ഗതിയില്ലല്ലോ, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഞാനൊരു നശിച്ച മനുഷ്യനാണ്. ഇങ്ങനെ പൊട്ട വാക്കുകൾ പറയരുത്, നശിച്ച വാക്കുകൾ പറയരുത്, അപകർഷതയിൽ ഇരിക്കരുത്, സ്വയം ശപിക്കരുത്, സ്വയം വെറുക്കരുത്. എന്ത് ചെയ്യണം? ബൈബിൾ ഒറ്റ വഴിയാണ് പറഞ്ഞത്. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഹോസിയ 7:14. അവർ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. ദൈവവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ ഒരു കാര്യത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദനയോടുകൂടെ ആപത്ത് കാലത്ത് നിന്റെ ദൈവമായ കർത്താവിൽ നീ വിളിക്കണം, ദൈവത്തിൽ ശരണപ്പെടണം. ശരണം എന്നുള്ളത് ഒരു ദൈവിക സുഹൃതമാണ്. വിശ്വാസം, ശരണ, ഉപവി, 3 ദൈവിക സുഹൃതങ്ങളുണ്ട്. അതിൽ ഈ കൺവെൻഷന്റെ ഈ ദിവസത്തിൽ ശരണം എന്ന സുഹൃതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം വരുമ്പോൾ ദൈവത്തിലേക്ക് ശരണപ്പെടണം. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിലേക്ക് നോക്കണം. ഒരു കണ്ണുനീര് വരുമ്പോൾ ദൈവത്തെ വിളിക്കണം. അത് ദൈവിക ഒരു ശരണം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചാലേ നമുക്ക് കഴിയുകയുള്ളൂ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ സമൂഹത്തിലെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിരാശ, സ്വയം വെറുപ്പ്, സങ്കടം, തന്നെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അപകർഷത, ജീവിതത്തോട് മടുപ്പ്, ജീവിത നൈരാശ്യം, ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കർത്താവെ അവിടുന്ന് ഇറങ്ങി വന്ന് ഹൃദയത്തിൽ ആ ഭാരപ്പെട്ട അവസ്ഥകൾ മാറ്റി, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്, എൻ്റെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. എൻ്റെ ഒരു കുഞ്ഞു വേദന ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകുന്ന ആ വേദന പോലും അറിയുന്ന, കുഞ്ഞു വേദന പോലും അറിഞ്ഞ് അതിനുവേണ്ടി പോലും ഇടപെടുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം പഠിപ്പിക്കുന്നു, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ രാത്രി ഈ പ്രിയപ്പെട്ട മക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതകരമായ ഇടപെടൽ നൽകണമേ, അത്ഭുതകരമായ സൗഖ്യം നൽകണമേ, അത്ഭുതകരമായ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞാനിതാ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ഞാനിതാ വിളിക്കുന്നു. ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, അതരം തുറന്ന് സർവശക്തിയോടും കൂടെ ഒരു 10-30 പേർക്ക് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ യേശുവേ, യേശുവേ എന്ന് ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ആവർത്തിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, എന്നെ അറിയുന്ന ദൈവം എന്റെ നിലവിളി കേൾക്കുന്നു. യാചന കേൾക്കണമേ.
പരിശുദ്ധ അമ്മേ, ഈ കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഈശോ മിശിഹായിക്ക്. ഇടതും വലതുള്ളവർക്ക് സ്തുതി കൊടുക്കാം. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷന്റെ 3-ാം ദിവസമായി ഇന്ന് ഈ രൂപതയുടെ അനേകം വൈദികരും സമർപ്പിതരും പിന്നെ വൈദിക വിദ്യാർത്ഥികൾ, സെമിനാരി വിദ്യാർത്ഥികൾ, ധാരാളം നല്ല തീഷ്ണതയോടെ ഭാവി വാഗ്ദാനങ്ങളായ സെമിനാരി വിദ്യാർത്ഥികൾ, ഫോർമേഷനിൽ ഇരിക്കുന്നവർ, അങ്ങനെ ഒരുപാട്, പിന്നെ ധാരാളം ആത്മായ ശുശ്രൂഷകർ, ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയിലാണ് നമ്മൾ. കോതമംഗലം രൂപതയുടെ അഭിനന്ദ പിതാവ് ആദ്യത്തെ ശുശ്രൂഷ പങ്കുചേർന്ന് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പ്രേക്ഷിത വർഷത്തിലെ പ്രധാന ഒരു ദൂത്, ഈ കൺവെൻഷന്റെ പ്രധാന ഒരു ദൂത് ശ്രവിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന ഈ വർഷം പ്രേക്ഷിത വർഷമായിട്ട് സഭ ആചരിക്കുകയാണ്. ഈ പ്രേക്ഷിത വർഷത്തിൽ ഓരോ വിശ്വാസിക്കും മാത്രമല്ല, യേശുവിനെ അറിയുന്ന ഓരോരുത്തരും, മാമോസം മുങ്ങിയതാകട്ടെ മുങ്ങാത്തതാകട്ടെ, ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഒരു കടമയുണ്ട്. അത് യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ്. അപ്പം അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ശ്രമിക്കുന്ന ഇതാണ് മുഴുത്ത ക്ലാസ് ഞാൻ പറഞ്ഞത്. അത് ഇന്ന് റെനിയച്ചനാണ് എടുക്കുന്നത്. റെനിയച്ചനെ ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രത്യേകം ക്ഷണിക്കുകയാണ്. റെനിയച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് രൂപതയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണ് റെനിയച്ചൻ. അച്ഛൻ്റെ പട്ടം കിട്ടി പിറ്റേ ദിവസം ആ ആഴ്ച തന്നെ അച്ഛൻ അട്ടപ്പാടിയിലാണ്, പിന്നെ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലാണ്. 3 വർഷം ഒരു പുത്രൻ പിതാവിനെ എന്ന പോലെ ഈ അച്ഛൻ എൻ്റെ കൂടെ ശുശ്രൂഷയിൽ നിരന്തരം സഹായിച്ചു. അതിനുശേഷം പിന്നെ പാലക്കാട് രൂപതയുടെ രൂപതാ ഡയറക്ടറായിട്ട് അഭിമന്യ പിതാവ് നിയമിച്ചു. അപ്പോൾ പിന്നെ പിതാവിൻ്റെ ഹിതമനുസരിച്ച് രൂപതയുടെ ഓരോ മേഖലകളിലും നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൂടാതെ മറ്റനേകം ധ്യാനങ്ങൾ, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനങ്ങൾ, വൈദികരുടെ ധ്യാനങ്ങൾ, സെമിനാരുകാരുടെ ധ്യാനങ്ങൾ, പിന്നെ മറ്റ് ചെത്തിപ്പുഴയുള്ള ധ്യാനങ്ങൾ, പിന്നെ ഒരുപാട് കൺവെൻഷനുകൾ, ഇതെല്ലാം നടത്താൻ വേണ്ടി കർത്താവ് ബഹുമാനപ്പെട്ട റെനി പുല്ലുകാലായ അച്ഛനെ ഇപ്പോൾ വളരെ അഭിഷേകം ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പ്രത്യേകത, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും വചനം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രകടമായി ഓരോ വചനങ്ങളെ സ്ഥിരീകരിക്കുന്നത് പോലെ കർത്താവ് അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ. തുടർന്ന് നമ്മൾ വലതുകര ഉയർത്തി ബഹുമാനപ്പെട്ട റെനിയസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റെനി പുല്ലുകാലിൽ അച്ഛൻ. അച്ഛൻ ഇന്ന് ഈ കൺവെൻഷൻ്റെ ഒരു പ്രധാന ദൂത് നൽകാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. വലതുകര ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, 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 വേഗം അങ്ങയുടെ ദാസന്റെ മേൽ അഭിഷേക ശക്തിയായി വ്യാപരിക്കണമേ, നിറഞ്ഞ് വ്യാപരിക്കണമേ, ഉണർവിന്റെ അഭിഷേകമായി വ്യാപരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഉന്നതമായ പ്രസാദവരങ്ങൾ കേൾക്കണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ കേൾക്കണമേ. കേൾക്കണമേ.